കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ ലഭിച്ച ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച നാം അഭിഷേകവും അഭിഷിക്തനും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പഠനം ആരംഭിച്ചത്. Today we'll be continuing on the same topic, and before we get into the today's lesson, we'll quickly recap and see what we have learned in the last class. Just share my screen now. കഴിഞ്ഞ ആഴ്ച നാം ആരംഭിച്ചത് ഹോളി ട്രിനിറ്റി എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് നാം നമ്മുടെ പഠനം ആരംഭിച്ചത്. അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ നിന്ന് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്നുള്ള ത്രിയേക ദൈവത്തെക്കുറിച്ച് ആണ് നാം ആദ്യമായിട്ട് നാം പഠിച്ചത്. So in the last class we learned about the Holy Trinity, and we learned about the Father, the Son and the Holy Spirit. അതിനുശേഷം നാം ആ വാക്യത്തിൽ നിന്ന് തന്നെ ഇൻ ദ നെയിം എന്നുള്ള ആ ഒരു വാക്കിൽ നിന്ന് ഈ മൂന്ന് പേരും ഒന്ന് തന്നെയാണെന്നുള്ള പഠനവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യുവാനായിട്ട് ഇടയായി. അതിനെ തുടർന്ന് ആത്മാവ് എന്നുള്ള ഒരു പേഴ്സണാലിറ്റി, which is one personality in the Holy Spirit, and that is what we started to learn in the last class. And following that, we learned about how the anointing happened in the Old Testament. പഴയ നിയമകാലത്ത് നടന്ന അഭിഷേകത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. ആരെയൊക്കെയാണ് പഴയ നിയമകാലത്ത് ദൈവം അഭിഷേകം ചെയ്തത്? എസ്പെഷ്യലി the kings, the priests and the prophets were anointed in the Old Testament, where God selected them for a special purpose and anointed them to preach the word of God amongst the children of Israel. ദൈവത്തിൻ്റെ വചനം തൻ്റെ ജനത്തിനോട് സംസാരിക്കുവാൻ തക്കവണ്ണം രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ദൈവം പഴയ നിയമത്തിൽ തിരഞ്ഞെടുത്തു എന്നുള്ളത് നാം പഠിക്കുകയുണ്ടായി. അതിനുശേഷം പുതിയ നിയമത്തിലെ അഭിഷേകം എന്താണ്? മെസ്സയ, which is Christ the anointed one, and that is what we learned as a New Testament anointing. Then we also discussed whether the Spirit is a power or a person, because many people think that Holy Spirit is a power and not a person. And to prove that point, we discussed about three distinct characteristics of the Holy Spirit. As a person, one is the power of search. ഒന്നാമതായിട്ട് നാം കണ്ടു ആരായുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കഴിവിനെ കുറിച്ച്, കാര്യങ്ങൾ അന്വേഷിച്ചറിയുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കഴിവിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. ഇതൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ കാണിക്കുന്ന, these are the things that shows the personality of the Holy Spirit. രണ്ടാമതായിട്ട് നാം കണ്ടത് the power of reasoning. വിചിന്തനം ചെയ്യുവാൻ, അറിഞ്ഞ കാര്യങ്ങൾ വിചിന്തനം ചെയ്യുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കഴിവിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. ആൻഡ് ദെൻ വി ലേൺഡ് അബൌട്ട് ദ പവർ ഓഫ് ആക്ടിവിറ്റി. ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കഴിവിനെ കുറിച്ചും നാം പഠിക്കുകയുണ്ടായി. So these characteristics of the Holy Spirit, that confirms the fact that Holy Spirit is not a power but a person with power. അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. ഒന്ന്, നാം പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ കണ്ടു. We learned about the personality of the Holy Spirit. Today we will be learning about the divinity of the Holy Spirit. ആത്മാവിൻ്റെ
ദൈവത്വത്തെക്കുറിച്ച് ആണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. പരിശുദ്ധാത്മാവ് ദൈവമാണോ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ ചിലരുടെയെങ്കിലും മനസ്സിലേക്ക് വന്നു എന്ന് വരാം. Is the Holy Spirit considered to be God? And what does the scripture says about it? And that is what we are going to discuss today. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുണ്ടെങ്കിൽ ആ ദൈവികത്വത്തെ കാണിക്കുന്ന പ്രത്യേകത എന്താണെന്നുള്ളത് നാം വേദപുസ്തകത്തിൽ നിന്ന് ഇന്ന് പഠിക്കുവാനായിട്ട് പോകുകയാണ്. അതിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് ഇസ് എ ക്രിയേറ്റർ എന്നുള്ളതാണ് നാം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യം. പരിശുദ്ധാത്മാവ് സൃഷ്ടാവാണ് എന്നുള്ള കാര്യം നാം വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എങ്ങനെയാണത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? അതിന് ഒരു വാക്യം നമുക്ക് വളരെ പെട്ടെന്നൊന്ന് എടുത്തു വായിക്കാം. Let us turn to the book of Isaiah chapter 44 and verse 24. And then we will also see Psalm 33 and verse 8. പരിശുദ്ധാത്മാവ് സൃഷ്ടാവാണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. So in Isaiah chapter 44 and verse 24, there we read, Thus says the Lord. അപ്പോൾ ദൈവമായ യഹോവ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് യെശയ്യാപ്രവാചകൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. Your Redeemer, I'm your Redeemer, who formed you from the womb. നിന്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ, ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ച യഹോവയായ ദൈവമാകുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം അവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു സൃഷ്ടിയുടെ ആ ഒരു തുടക്കത്തെക്കുറിച്ച്, മനുഷ്യനെ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് വേഴ്സ് വി റീഡ് ദാറ്റ് ഐ ആം ദ ലോർഡ് ഹു മെയ്ഡ് ഓൾ തിങ്സ്. യഹോവയായ ദൈവമാണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയത്. Who alone stretched out the heavens, who spread out the earth by myself. അപ്പോൾ യഹോവയായ ദൈവമാണ് ഈ കാണുന്ന എല്ലാത്തിനെയും ഉണ്ടാക്കിയത് എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. So from this verse we clearly understand that God has created everything. And when we look carefully into that verse, the second part, the latter part of that verse, I am the Lord who made all things, who alone stretched out the heavens. നാം സാധാരണഗതിയിൽ ഈ വാക്യം ഇങ്ങനെ വായിച്ചങ്ങ് പോവുകയാണ്. എന്നാൽ അവിടെ വളരെ പ്രസക്തമായ ഒരു വാക്കെന്ന് പറയുന്നത് അലോൺ എന്നുള്ള വാക്കാണ്. ഈ വാക്കാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, വിച്ച് ഇസ് ഐ മൈസെൽഫ്. വേറെ ആരുമില്ല. അപ്പോൾ ദൈവ സൃഷ്ടാവാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ ഭാഗത്ത് പറയുകയാണ്, വേറെ ആരുമില്ല, ഐ അലോൺ സ്ട്രെച്ച്ഡ് ഔട്ട് ദി ഹെവൻസ് ഹു സ്പ്രെഡ് ഔട്ട് ദി എർത്ത് ബൈ മൈസെൽഫ്. അപ്പോൾ വേറെ ആരുമില്ല എന്നുള്ള ഭാഗം പറഞ്ഞുകൊണ്ടാണ് യെശയ്യാപ്രവാചകൻ 44:24 പറയുന്നത്. എന്നാൽ ഈ വാക്യം തന്നെ the same the concept of creation is also explained in Psalm 33 and verse 6. സങ്കീർത്തനങ്ങൾ 33:6 വാക്യത്തിലേക്ക് വരുമ്പോഴും സൃഷ്ടിയുടെ അതേ കാര്യം തന്നെയാണ് ആ വാക്യത്തിൽ പറയുന്നത്. ആ വാക്യം എന്താണ് പറയുന്നത്? യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. Now here also the psalmist is talking about the creation. By the word of the Lord the heavens were made, and by the breath of his mouth all their host. ഇവിടെ 3 കാര്യങ്ങൾ നാം ഒന്ന് കാണും. ഒന്ന്, ഇവിടെ by the word of the Lord, ഇത് പിതാവായ ദൈവത്തെ കാണിക്കുന്ന വാക്കാണ്, the Lord. അപ്പോൾ സൃഷ്ടിയിൽ പിതാവ് ഉണ്ടെന്നുള്ള കാര്യം സങ്കീർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So Father is part of all creation, and that is what we learned here, the Lord. And then we read by the word.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താൽ. വചനം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. The word represents the Son. So now we have seen the Lord, the Father is there, and the Word, which is the Son, is also there. And then we read, and by the breath of his mouth, which means the Holy Spirit. By the breath, ശ്വാസം എന്ന് പറയുന്നത് ആത്മാവിനെ കാണിക്കുന്നതാണെന്നുള്ളത് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. So when the psalmist talk about the creation, he is bringing all the three personalities of God into a single verse where it says the Lord, the Word, and the breath, which means the Father, the Son, and the Holy Spirit is involved in the divine activity of creation. അപ്പോൾ ഈ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഹൂ അലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് അലോൺ കൺസിസ്റ്റ് ഓഫ് ദി ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, പരിശുദ്ധാത്മാവിന് സൃഷ്ടിയിൽ ഒരു വലിയ പങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതല്ലെങ്കിൽ ദൈവത്തോടൊപ്പം തന്നെ, പിതാവിനോടും പുത്രനോടും ഒപ്പം തന്നെ ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് സൃഷ്ടി എന്നുള്ളത്. അതിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. So this verse clearly explains us that the Holy Spirit was part of the creation. So we can say that the Holy Spirit is the creator of everything. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും അവിടെ നാം കാണുന്നത്, and first Genesis, it talks about the whole creation, right? And in that chapter, Genesis 1 and verse 2, there also we read the Spirit of God was hovering over the surface of the waters. ദൈവത്തിന്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്, വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണും. അങ്ങനെയെങ്കിൽ സൃഷ്ടിയിൽ ആത്മാവിനൊരു വലിയ പങ്കുണ്ട് എന്നുള്ളത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And also when we come to Job chapter 33 and verse 4, there Job says that the Spirit of God has made me. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. ഇതൊക്കെയും ഈ ആത്മാവ് സൃഷ്ടിയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തെ പ്രൂവ് ചെയ്യുന്ന വാക്യങ്ങളാണ്. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 104:30 നാം കാണുന്നു, when you send forth your spirit, they are created. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. when you send forth your spirit, നിന്റെ ആത്മാവിനെ അയക്കുമ്പോൾ, അതായത് നിന്റെ ശ്വാസം അയക്കുമ്പോൾ, and that is what we read in Psalm 33 and verse 6, and by the breath എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവാണെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Now these verses very clearly demonstrate the Spirit's active participation in creation. അങ്ങനെയെങ്കിൽ നമുക്ക് അടിവരയിട്ട് പറയാം ആത്മാവ് സൃഷ്ടാവാണെന്നുള്ളത്. So that is one of the main attributes of the Holy Spirit to show the divinity of the Holy Spirit. ആത്മാവ് സൃഷ്ടാവാണെന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ആ ഒരു ഭാഗം ഇവിടെ വിടാം. രണ്ടാമതായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത് ആത്മാവിന്റെ രണ്ടാമത്തെ പ്രത്യേകത, അല്ലെങ്കിൽ ദൈവത്വത്തെ കാണിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത, സ്പിരിറ്റ് ഈസ് omnipresent. ആത്മാവ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ള വസ്തുതയാണ് രണ്ടാമതായിട്ട് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. So when we come to the second part, omnipresent, and omnipresent, you know that it means present in all places at all times. എല്ലാ കാലത്തും എല്ലായിടത്തുമുള്ള ഒന്നിനെയാണ് നമ്മൾ omnipresent എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ the question comes, ആത്മാവ് എല്ലായിടത്തും ഉണ്ടായിരുന്നോ? വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ കഴിയും, ആത്മാവ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 139:7 വാക്യം. So let's quickly look into Psalm 139 and verse 7.
So there, David is asking a question. David, after all his life experience with God, he had, when we learn the history of David, that there are a lot of good things and bad things happen in his life. There are lots of ups and downs in life. And then finally, he is raising this question: where can I go to escape your spirit? ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെ മധ്യത്തിലും കടന്നു വന്ന ദാവീദ്, അവന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം ദാവീദ് ചോദിക്കുകയാണ്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? വേർ ക്യാൻ ഐ ഗോ എസ്കേപ്പ് യുവർ സ്പിരിറ്റ് ആൻഡ് വേർ ക്യാൻ ഐ ഫ്ലീ ഫ്രം യുവർ പ്രസൻസ്? തിരുസാന്നിധ്യം വിട്ട് ഞാൻ എവിടേക്ക് പോകും? അപ്പോൾ ആത്മാവിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് ദാവീദ് പറയുകയാണ്. There is no escape from spirit. So he is starting the verse with a question: where can I go to escape your spirit? So that implies the fact that the spirit is everywhere, a featured attribute only to the divine. അപ്പോ ദിവ്യത്വമായ ഒന്നിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് എല്ലായിടവും ഉണ്ടാവുക എന്ന് പറയുന്നത്. And David then continues, if I ascend to heaven, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ you are there, നീ അവിടെ ഉണ്ട്. And if I make my bed in Sheol, you are there. ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയും ഉണ്ട്. അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് എല്ലായിടവും ഉള്ള ഒന്നാണ് എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പാതാളം എന്നുള്ളത് ഇംഗ്ലീഷിൽ നമുക്ക് ഷിയോൾ എന്നാണ് കാണുന്നത്. അതിനെക്കുറിച്ച് ഒരു കാര്യം മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ടാകും. ഷിയോൾ എന്നുള്ളത് വേദപുസ്തകത്തിൽ ഒരു വിശ്രാമ സ്ഥലം എന്നുള്ളതിനെയാണ് കാണിക്കുന്നത്. പഴയ നിയമ പുസ്തകം നാം പഠിക്കുമ്പോൾ ഈ ഷിയോൾ എന്നുള്ളത് ഭൂമിക്കടിയിലാണെന്നുള്ളത് സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ it is beneath the earth. That is what we learn in Numbers chapter 16 and verse 30. Then we also see in Job chapter 10 verses 21 and 22 that it is associated with darkness and silence. അന്ധകാരത്തിന്റെയും നിശബ്ദതയുടെയും സ്ഥലമാണെന്നുള്ളത് യോബിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. Ecclesiastes 9 and verse 10 that it is where the complete human activity ceases. അതായത് മാനുഷികമായ പ്രവർത്തനങ്ങൾ മുഴുവനായി നിന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഷിയോൾ എന്ന് പറയുന്നത് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ഷിയോളില് ക്രിസ്തു പോയി എന്നുള്ള അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഷിയോൾ എന്നതിന് പകരം ഒരു ഗ്രീക്ക് വേർഡായ ഹെയ്ഡ്സ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. HADES, ഹെയ്ഡ്സ് എന്നുള്ള വാക്കാണ് ഷിയോളിന് പകരമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിശ്രാമ സ്ഥലത്ത് പോയി ഇരുന്നാലും, മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയിരുന്നാലും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ദാവീദ് പറയുന്നത്. So that is why David is asking the question, where can I go to escape your spirit? Where can I flee from your presence? ആത്മാവിനെ വിട്ട് നമുക്ക് ഒരിക്കലും എവിടെയും പോകുവാനായിട്ട് സാധ്യമല്ല. Because he is omnipresent. He is in all places at all times. അപ്പോൾ ആത്മാവിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇപ്പോൾ നാം കണ്ടത്. ഹി ഈസ് ഒംനി പ്രസന്റ്. ആദ്യത്തത് നാം കണ്ടു, ആത്മാവ് സൃഷ്ടാവാണ്. രണ്ടാമതായിട്ട് നാം കണ്ടു, ആത്മാവ് എല്ലായിടവും സർവ്വവ്യാപിയാണെന്നുള്ളതും നാം കണ്ടു. ഒംനി പ്രസന്റ് എന്നുള്ളതിന്റെ മലയാള വാക്ക് സർവ്വവ്യാപി എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത നാം കാണുന്നത് ആത്മാവ്, ദ സ്പിരിറ്റ് ഈസ് ഒംനീഷ്യൻ. നമുക്ക് ആ ഭാഗം ഒന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ഒംനീഷ്യൻ എന്ന് വെച്ചാൽ ഓൾ നോയിങ്, എല്ലാം അറിയുന്ന ആൾ.
Yeah. So this person who is omniscient literally knows everything. ഇതൊരു ലാറ്റിൻ വേർഡായ ലാറ്റിനിലെ രണ്ട് വാക്കുകൾ ചേർന്നിട്ടുള്ള ഒരു വാക്കാണ് ഒംനിഷ്യൻ എന്ന് പറയുന്നത്. ഒന്ന് ഒംനി എന്ന അർത്ഥം വരുന്ന, അതായത് it means all. Omni means all. It is one Latin word. And then the second Latin word is scientia, which means knowledge. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു വാക്കാണ് ഒംനിഷ്യൻ എന്നുള്ള വാക്ക്. അപ്പോൾ എല്ലാം അറിയുന്ന ആത്മാവ്. ഈ ആത്മാവിന് എല്ലാം അറിയുവാനായിട്ട് സാധിക്കുമോ? So we learned that the Spirit is everywhere. He is omnipresent. Now we are learning that the Spirit is omniscient. ആ ആത്മാവ് എല്ലായിടവും ഉണ്ട് എന്നുള്ളത് നാം പഠിക്കുകയാണ്. So the Bible clearly says that the Holy Spirit possesses complete and perfect knowledge of God, of humanity, and of all creation. ദൈവത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യനെ കുറിച്ചുള്ള അറിവും എല്ലാ സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവും ആർക്കുണ്ട്? പരിശുദ്ധാത്മാവിനുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഒംനിഷ്യന്റ് ഗോഡ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ഉം 11-ഉം വാക്യങ്ങളൊന്ന് പഠിക്കണം. We discussed the same topic in the last class also. All-knowing God, and that is what we see in 1 Corinthians chapter 2 verses 10 and 11. So there Paul explains the difference between the human wisdom and God's wisdom, and that is what we learned in the last class also. അവിടെ നാം അതിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നത് ദൈവത്തിന്റെ ആ നിഗൂഢ ജ്ഞാനം, so which is like a secret and hidden wisdom of God, and that is what Paul says there. അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം ആർക്കും മനസ്സിലാക്കുവാൻ കഴിയില്ല. ദൈവത്തെ അറിയുവാനായിട്ട് ആർക്കും, ദൈവത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. No one is able to understand God's knowledge, but the Spirit can do it. And that is what we need. We read in the next verse that ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നവൻ, അതാണ് ആത്മാവ്. The Spirit searches everything, even the depths of God. അതിന്റെ 10-ാം വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്. സോ ദൈവത്തിന്റെ അറിവും മനുഷ്യന്റെ അറിവും സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവുമുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. സോ ദ സ്പിരിറ്റ് നോസ് അബൌട്ട് ഗോഡ്, സ്പിരിറ്റ് നോസ് അബൌട്ട് ഹ്യൂമാനിറ്റി, ആൻഡ് സ്പിരിറ്റ് നോസ് അബൌട്ട് ദ ക്രിയേഷൻ. ഈ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. It is so difficult to understand God's knowledge with our human spirit, with our human wisdom. നമ്മുടെ മാനുഷികമായ ജ്ഞാനം കൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്, ഈ ജ്ഞാനം ആരാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? നമുക്കോ, അതിന്റെ 10-ാം വാക്യത്തിൽ, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കാരണം ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. And that is what we read in verse 10. These things which are unknown to us, and these things God has revealed to us through the Spirit, because Spirit knows everything, even the depths of God. കാരണം ആത്മാവിന് സകലതും അറിയാമെന്നുള്ളത് നാം മനസ്സിലാക്കി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ആ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായ, ആത്മാവ് സർവവ്യാപിയാണ്, അതുപോലെ തന്നെ ആത്മാവ് സകലത്തെയും അറിയുന്നവനാണ്. ഈ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആത്മാവ് ചെയ്യുന്ന 4 കാര്യങ്ങൾ അതുകൂടെ നാം ഒന്ന് മനസ്സിലാക്കണം. ഒന്ന്, ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So the Spirit, being an omniscient God, searches the heart. This is a very important thing, because the Spirit will understand what we are thinking.
And that is what we read in 1 Corinthians chapter 2 and verse 10. We just read that portion. For the Spirit searches everything, even the depths of God. രണ്ടാമതായിട്ട് കാണേണ്ടത് ആത്മാവ് മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഉള്ള ഒരു ജ്ഞാനം ഉണ്ട്. അതായത് intercessory knowledge. Especially when we come to Romans chapter 8 and 26, when the writer talks about the prayer. So there we read in Romans chapter 8 and 26, likewise the Spirit helps us in our weakness, for we do not know what to pray for as we ought, but the Spirit himself intercedes for us. നമുക്ക് വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ with that knowledge, the Spirit is interceding for us. അതാണ് റോമൻസ് ചാപ്റ്റർ 8 and verse 26 നാം കാണുന്നത്. അപ്പോൾ ആത്മാവ് നമുക്കായിട്ട് പക്ഷപാതം ചെയ്യുന്നു. മൂന്നാമതായിട്ട് ആത്മാവ് തന്റെ ജ്ഞാനത്താൽ നമ്മെ തെറ്റുകുറ്റങ്ങൾ കാണിച്ചു തരുന്നു. He convicts us, and that is what we see in John chapter 16 and verse 8. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ നാം അത് കാണും. The Spirit convicts us. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 8 വാക്യം. അവിടെ നാം വായിക്കുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. And when he comes, ആരാണ്? When the helper, when the Spirit comes, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങളാണ്. This is what Jesus is explaining to his disciples, that when the Spirit comes, he will convict the world concerning sin and righteousness and judgment. ലോകത്തിന് ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പറഞ്ഞു തരുന്ന ജ്ഞാനം പരിശുദ്ധാത്മാവിനുണ്ട് എന്ന് നാം കാണുന്നു. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുന്നു. There is also a guidance with the knowledge that the Spirit has got. That is what we read in John chapter 16 and verse 13. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 13 വാക്യത്തിൽ നാം കാണുന്നത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ നമ്മെ വഴി നടത്തുന്ന ഒരാത്മാവ്, അതിനുള്ള ജ്ഞാനമുള്ള അറിവുള്ള ഒരാത്മാവ്. When the Spirit of truth comes, he will guide you in all the truth. What a beautiful verse is that the Spirit is guiding us every day and every minute and second of our life. So these are the four major things that the Spirit can do with his knowledge. One, it can search the heart. Second, it can do the intercessory knowledge. It can convict us. It can guide us. So ഈ 4 കാര്യങ്ങൾ omniscient എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ആട്രിബ്യൂട്ട് സംബന്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. So the conclusion is that Spirit knows everything. Spirit knows about God, Spirit knows about humanity, and Spirit knows about the creation. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയുവാനായിട്ട് കഴിയും, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം എന്നുള്ളത് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ഒരു ആട്രിബ്യൂട്ട് കൂടി നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറയുന്ന 4ാമത്തെ കാര്യം, the Holy Spirit is eternal. See, the Holy Spirit is eternal by its own nature. അതായത് എല്ലാ കാലത്തും ഉള്ള ഒന്നാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത്. And we see that from the very beginning of the scripture till the end of the scripture, which is in Revelation. Till Revelation, we see the various activities of
ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ്, അതിന് വളരെ പെട്ടെന്നൊരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. So what is the scripture saying about the eternal spirit here? There it says, through the eternal spirit offered himself without spot to God. ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ, which means the Holy Spirit is eternal. And last class we learned that Holy Spirit is eternally proceeded from Father. പിതാവിൽ നിന്ന് നിത്യമായിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ആത്മാവ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ദൈവികത്വത്തെ കാണിക്കുന്ന നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് is the Holy Spirit is eternal, or eternal Holy Spirit എന്നുള്ളത് is what we see as one of the characteristics of the Holy Spirit, to say that or to prove that the divinity of the Spirit. അടുത്തതായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ കാണാം. There are two more points I want to discuss as part of this subject. The fifth point is that Holy Spirit is equal to the Father and Son. പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും തുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. The Holy Spirit in the Godhead is equal and active. അവർക്ക് ഒരുമിച്ച് മാത്രമേ ഒരു കാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. Because Holy Spirit has the same essence of the Father and of the Son. And in all the actions that we see, all the divine actions that we see in the Holy Spirit, we see that all three of them are combined and doing it as one person. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഈ മൂന്ന് പേരും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, they are independent at the same time they are dependent. അവർ മൂന്ന് വ്യക്തികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും അവർ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. സോ അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് പിതാവിനൊപ്പവും പുത്രനൊപ്പവും ഉള്ള ഒരു വ്യക്തിത്വമാണ്. When we come to John chapter 15 and 26, there we read that when the Helper comes, whom I will send to you from the Father. എവിടുന്നാണ് വരുന്നത്? So the Spirit comes from the Father. That is what I said, eternally proceeding from the Father. പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനെ, പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ, അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഇതേ ആശയം തന്നെയാണ് when we come to the same thing is what we see in Isaiah chapter 63 and verse 9, where it demonstrates the participation of all three persons of Trinity in a unified divine action. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. അവിടെ നാം കാണുന്നത്, in all their affliction he was afflicted, and the angel of his presence saved them. In his love and in his pity he redeemed them. He lifted them up and carried them all the days of old. ഇവിടെ നാം മൂന്ന് വ്യക്തിത്വങ്ങളെയും കാണുന്നു. ഒന്ന്, പിതാവ്. God is personally affected by the suffering of his people. അതാണ് നാം കാണുന്നത്. In all their affliction he was afflicted. അവരുടെ കഷ്ടതയിൽ പിതാവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു.
That reveals a divine compassion and covenant love. പിതാവിന്റെ നിത്യമായ സ്നേഹത്തെയും നമ്മോടുള്ള പിതാവിന്റെ വാത്സല്യത്തെയും കാണിക്കുന്ന ഒരു വാക്യമാണ്. So God is personally affected by the suffering of his people. In all their affliction, he was afflicted. So we see the personality of the Father there. And then we see that the angel of his presence, and that refers to God's saving presence. കാരണം പിന്നീട് നാം കാണുന്ന അവരെ വിടുവിക്കുന്നു അവരുടെ കഷ്ടതയിൽ നിന്ന്. 63-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, അവരുടെ കഷ്ടതയിൽ ഒക്കെയും അവർ കഷ്ടപ്പെട്ടു, അവന്റെ സമുഖദൂതൻ അവരെ രക്ഷിച്ചു. ആ രക്ഷ എന്നുള്ളത് is what we see through the Son. And that is the pre-incarnate Christ that we see there in that verse. The angel of his presence, the visible revealer and the deliverer of God. വിടുവിക്കുന്നവനായ രക്ഷിക്കുന്നവനായ പുത്രനെ കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. And then we see about the Holy Spirit. He lifted them and carried them. So that is pointing to God's ongoing and sustaining work. തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നാം അതിനെ കാണുന്നു. And in verse 10 to 14, Isaiah confirms that the Holy, confirmed by Isaiah in 63 verse 10 to 14, where the Holy Spirit is explicitly mentioned. അതിന്റെ 63-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നതായിട്ട് നാം കാണും. അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? അപ്പോ 3 വ്യക്തിത്വങ്ങളെയും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ രക്ഷിക്കുന്ന, നമ്മുടെ കഷ്ടതയിൽ നമ്മോടൊപ്പം വ്യസനിക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന 3 വ്യക്തിത്വങ്ങളെ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. So we see the Father who is personally affected by the sufferings, and then we see the Son who is the angel of his presence, which refers to God's saving presence, and then the Holy Spirit, which points to God's ongoing sustaining work. He lifted them up and carried them. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനാണ്. So we can conclude that all 3 of them, Father, the Son, and the Holy Spirit, is always involved in all the divine actions. They are one and all. അവരെപ്പോഴും ഒന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ, so we can conclude that the Spirit is equal to the Father and the Son. ഇനി 6-മതായിട്ടൊരു കാര്യം കൂടെ ചിന്തിച്ച് നമുക്ക് ആ ഭാഗം വിടാം. പരിശുദ്ധാത്മാവിനോട് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തോട് തെറ്റ് ചെയ്യുന്ന പോലെയാണ്. So to sin against the Holy Spirit is to sin against God himself. അപ്പോൾ ദൈവത്തോട്, പരിശുദ്ധാത്മാവിനോട് തെറ്റ് ചെയ്യുന്നത് ദൈവത്തോട് തെറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ടാണ്. And we can look into the incident which is described in Acts chapter 5, where we read about Ananias and Sapphira. We know the story very well. അവിടെ അനന്യാസും സഫീറയുടെയും ഒരു സംഭവം നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ അവർ ഒരു തെറ്റ് ചെയ്തു. I have no time to explain it, but we know that they did something wrong. And what mistake did they do? അവർ സ്ഥലം വിറ്റ് പൈസ അവർ മാറ്റി വെച്ചതാണോ അവർ ചെയ്ത തെറ്റ്? ഒരിക്കലുമല്ല. Their sin was not withholding the money, but the sin they did was they lied. And that is when Peter confronts Ananias and asks, why has Satan filled your heart to lie to the Holy Spirit? Acts chapter 5 and verse 3. പത്രോസ് അവരോട് ചോദിക്കാൻ, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ
ആരോടാണ് വ്യാജം കാണിച്ചത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. തുടർന്ന് വീണ്ടും പത്രോസ് പറയുകയാണ്, you have not lied to men. So Peter continues in the latter portion. We read that, which is in verse 4. We read that you have not lied to men, but to God. മനുഷ്യരോടല്ല, ദൈവത്തോട് എത്രയും നീ വ്യാജം കാണിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്ന വ്യാജം ആരോട് കാണിക്കുന്നതാണ്? ദൈവത്തോട് കാണിക്കുന്നതിന് തുല്യമാണ്. So if you are doing something wrong, if you're doing a sin to the Holy Spirit, it is equivalent to doing sin to God. And that is what we learn from this portion. അപ്പോൾ 5 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ കാണിക്കുന്ന 5 കാര്യങ്ങൾ. The 5 things we learned about, that shows the divinity of the Holy Spirit. The first one is that Holy Spirit is a creator. ആത്മാവ് സൃഷ്ടാവാണെന്നുള്ളത് നാം കണ്ടു. Then we saw that Holy Spirit is omnipresent. ആത്മാവ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് നാം കണ്ടു. സർവ്വവ്യാപിയാണെന്നുള്ളത് നാം കണ്ടു. Then we saw that Spirit is omniscient. ആത്മാവ് എല്ലാം അറിയുന്നവനാണ്, സർവജ്ഞാനിയാണെന്നുള്ളത് നമ്മൾ കണ്ടു. അതിനുശേഷം നാം കണ്ടത് ആത്മാവ് നിത്യാത്മാവാണെന്നുള്ളത് നാം കണ്ടു. ഇറ്റേണൽ ഹോളി സ്പിരിറ്റ് എന്നുള്ളതും നാം കണ്ടു. And then we saw that the sin that you do to the Holy Spirit is equivalent to the sin that you do to God himself. ആത്മാവിനോട് ചെയ്യുന്ന പാപം ദൈവത്തോട് ചെയ്യുന്ന പാപമാണെന്നുള്ളതും നാം കണ്ടു. അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളുടെയൊക്കെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നുള്ളതിന്റെ ദൈവത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. So these considerations, it support the classical Trinitarian affirmation of the Holy Spirit full divinity. ആത്മാവിന്റെ ദൈവത്വത്തെ കാണിക്കുന്ന കാര്യങ്ങളായിട്ട് ഇതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് ചിന്തിച്ചത്. One, the personality of the Holy Spirit is what we learned in the last class. And in today's class, we learned about the divinity of the Holy Spirit. ആത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും നാം പഠിക്കുകയുണ്ടായി. ഇനിയുള്ള ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്നത് ഈ ആത്മാവിനെ എങ്ങനെയാണ് പ്രാപിക്കുന്നത്, എപ്പോഴാണ് പ്രാപിക്കുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. Now, receiving of the Holy Spirit, when and how, and that is what we are going to learn next. But before going into that topic, in the next 5 minutes, I will quickly explain the difference between the human spirit and the Holy Spirit. ഈ ആത്മാവ് എന്നുള്ളത് മനുഷ്യന്റെ ഉള്ളിൽ ഉള്ള ഒരു കാര്യമാണോ? Are humans created with a spirit? വേദപുസ്തകം എന്താണ് പറയുന്നത്? വളരെ പെട്ടെന്ന് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. സക്രിയ chapter 12 and verse 1. There we read, the Lord forms the spirit of man within him. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും ചെയ്യുന്ന മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. And the same thing we read in Ecclesiastes chapter 12 and verse 7. We read that the spirit returns to God who gave it. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നു നാം കാണുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ആത്മാവ് എന്നുള്ളത് മനുഷ്യന്റെ ഉള്ളിൽ ഉള്ള സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉള്ള ഒന്നാണ്. So human spirit is part of God's original creative design and not as a result of anointing.
നമുക്ക് ആത്മാവെന്ന് പറയുന്നത് ഒരിക്കലും അഭിഷേകം പ്രാപിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, അത് ഓൾറെഡി ഉള്ള ഒരു കാര്യമാണ്. ഇനിയുള്ള ക്ലാസ്സിൽ അതെങ്ങനെ ആത്മാവിന്റെ അഭിഷേകം ലഭിക്കും എന്നുള്ളത് നാം ചിന്തിക്കുന്നു. എന്നാൽ സ്പിരിറ്റ് എന്നുള്ളത് ഇസ് ഓൾറെഡി ദെയർ ഇൻ യു, ആൻഡ് ദാറ്റ്സ് പാർട്ട് ഓഫ് ഗോഡ്സ് ഒറിജിനൽ ക്രിയേറ്റീവ് ഡിസൈൻ. എന്താണ് ആത്മാവിന് ആക്ച്വലി സംഭവിച്ചത്? നാം പഠിച്ചു, ആത്മാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് നാം പഠിച്ചു. ബട്ട് വാട്ട് ഹാപ്പൻ ടു ദ സ്പിരിറ്റ്? ദ സ്പിരിറ്റ് exists, but it was spiritually dead before God. ആത്മീയമായിട്ടുള്ള ഒരു മരണം, it was spiritually dead. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നാം കാണും. Ephesians chapter 2 and verse 1. There we read that you were dead in trespasses and sins. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അപ്പോൾ ആത്മാവ് ദൈവത്തിന്റെ മുൻപിൽ ആത്മീയമായി മരിച്ച അവസ്ഥയിലായിരുന്നു. Here Paul speaks of death and not absence. ആത്മാവ് ഇല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്. But Paul is saying that the spirit is there, but it was spiritually dead. Death in scripture means, that it is separation from God and not non-existence. ഇല്ലാത്ത ഒരു കാര്യമല്ല, but it says that it means separation from God. ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി മനുഷ്യന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ആ ആത്മാവ് ആത്മീയമായി മരണപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഐസയ ചാപ്റ്റർ 59 and verse 2, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വളരെ വ്യക്തമായിട്ട് കാണുന്നു, സിൻ സെപ്പറേറ്റ്സ് ഹ്യൂമൻസ് ഫ്രം ഗോഡ്. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. So that is what separating us from God. We were spiritually dead. അപ്പോൾ ഈ സ്പിരിച്വലി ഡെഡ് ആയിട്ടുള്ള ഈ ആത്മാവിനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ ആത്മാവിന്, ഈ സ്പിരിച്വലി ഡെഡ് ആയിട്ടുള്ള ആത്മാവിന് ആത്മീയമായ ബോധമുണ്ടാകുമോ? ആത്മീയ കാര്യങ്ങൾ അറിയുവാനും ഗ്രഹിക്കുവാനുമുള്ള കഴിവുണ്ടാകുമോ? You see, the natural humans can still have spiritual awareness. When we come to 1 Corinthians chapter 2 and verse 11, they will read that who knows a person's thoughts except the spirit of that person which is in him. അപ്പോൾ അവന്റെ ഉള്ളിലുള്ള ആത്മാവിന് മാത്രമേ അവന്റെ കാര്യങ്ങൾ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്പിരിച്വൽ അവയർനെസ്, കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് ആത്മാവിനുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. So this underlines the fact that even the natural man possesses a functioning human spirit. അപ്പോൾ നമുക്ക് ആത്മാവ് ഉണ്ടായിരുന്നു, ആ ആത്മാവ് മരിച്ച അവസ്ഥയിലായിരുന്നു, അപ്പോൾ തന്നെ അതൊരു ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ആത്മാവായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, അഭിഷേകം പ്രാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. The Holy Spirit comes upon or dwells in the human spirit. So you see the distinction between the human spirit and Holy Spirit. അവിടെ നാം കാണുന്നത്, നാം ദൈവത്തിന്റെ മക്കൾ, റോമൻസ് ചാപ്റ്റർ 8 and verse 16, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. So this verse, there we read, the Spirit himself bears witness with our spirit that we are children of God. So this verse clearly distinguishes our spirit from the Holy Spirit. അപ്പോൾ ആത്മാവുണ്ട്, ആത്മാവ് മരിച്ച അവസ്ഥയിലായിരുന്നു, ആത്മാവിന് ചിന്തിക്കുവാനുള്ള കഴിവുണ്ട്, ആ ആത്മാവിന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുമുള്ള കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ ആത്മാവിനെ എങ്ങനെയാണ് നാം സ്വീകരിക്കാൻ പോകുന്നത്? How we can receive this Holy Spirit, and that is what we are going to see in next class. So to quickly recap
what we discussed today, we studied about the divinity of the Holy Spirit, and we had seen different attributes that proves the divinity of the Holy Spirit. And then we learned about the human spirit and the Holy Spirit. And in the next class, we'll be discussing more on the receiving of the Holy Spirit, when and how. എപ്പോൾ എങ്ങനെ ആത്മാവിനെ പ്രാപിക്കുന്നുള്ള വിഷയത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ കാര്യങ്ങളൊക്കെയും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും വളരെ ഗൗരവമേറിയുള്ളൊരു വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വരുന്ന നാളുകൾ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നൽകി തന്ന സമയത്തിനായിട്ട് പ്രത്യേകം നന്ദി അറിയിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുവാൻ.